ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ണൂരിൽ ചാർജ് ചെയ്തിട്ടുള്ള കേസിൽ പ്രതിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് കൂടിയായ മുൻ KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ്, ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ്, നമ്മൾ പലതവണ ചർച്ചകളിലൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ വക്താവായിട്ടാണ് എൻ്റെ ചർച്ചയിൽ അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ ഈ പാതി വിലയിൽ തട്ടിപ്പ് നടത്തുന്ന അനന്തു കൃഷ്ണൻ്റെ വക്കീലായിട്ട് ഒരു കേസിലെ പ്രതിയായിട്ടാണ് ഈ മുൻകൂർ ജാമ്യം കിട്ടി ഫെബ്രുവരി 17 വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ്. എങ്ങനെ ഈ അവസ്ഥയിലെത്തി? അനന്തകൃഷ്ണനെ എനിക്ക് 3-4 വർഷങ്ങളായിട്ട് അറിയാം. അനന്തകൃഷ്ണന്റെ പല കേസുകളും ഞാൻ നടത്തിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ നാഷണൽ NGO കോൺഫെഡറേഷനിൽ ആനന്ദകുമാറിനും വീണ സെബാസ്റ്റ്യനും ബേബിക്കും ജോണിനും പ്രസാദിനും ജയനും അങ്ങനെ കുറെ പേരുമായി ചേർന്ന് ഉണ്ടാക്കിയ ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റിന്റെ ഉത്തരവാദപ്പെട്ട ഒരു ഭാരവാഹിയാണ് എന്ന് എനിക്കറിയാം. ആ ട്രസ്റ്റ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ട്രസ്റ്റിന്റെ ഡീഡ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അവർക്ക് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് NGOs വഴി CSR ഫണ്ട് അട്രാക്ട് ചെയ്ത് ഒരു കമ്പനി വഴി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് അവരൊരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയുടെ കൂടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അനന്തകൃഷ്ണൻ. അപ്പോൾ ഇവരുടെ എല്ലാ പദ്ധതികളും തയ്യാറാക്കി അതിനു വേണ്ടി ജനങ്ങളുമായി ഇടപെട്ട് ഇവർ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സാമ്പത്തിക കാര്യമായതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് കൊണ്ടും ജനങ്ങൾക്ക് വസ്തുക്കൾ കൊടുക്കുന്നത് കൊണ്ടും നിയമപ്രകാരം കരാറുകളില്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഉപദേശിച്ചിരുന്നു. പല കമ്പനികൾ 20ഓളം കമ്പനികളുമായി ചർച്ചകൾ ചെയ്ത് ആ കമ്പനികളുടെ വസ്തുക്കൾ കൺസെഷൻ റേറ്റിൽ വാങ്ങി സാധാരണക്കാർക്ക് നൽകുമ്പോൾ അതിൽ കമ്പനി അനന്തുവിന്റെ കമ്പനിക്ക് നൽകുന്ന കമ്മീഷനുകൾ അത് മൂലം അനന്തുവിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലാഭം അതുകൂടെ ചേർത്ത് വെച്ച് സാധാരണക്കാർക്ക് ഉപകരണങ്ങളും ബൈക്ക് മോട്ടോർ സ്കൂട്ടറും ഒക്കെ നൽകാൻ കഴിയുമെന്ന് അനന്തു എന്നോട് പറഞ്ഞപ്പോൾ ആ വക കണ്ടീഷനുകൾ ചേർത്ത് വെച്ച് ഞാൻ 20ലധികം കരാറുകൾ കമ്പനികളുമായിട്ടുള്ളത് PSIയും കമ്പനിയുമായിട്ടുള്ളത് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ്, ഇത് കമ്പനികളുമായി ഒരു ധാരണയുണ്ടാക്കി അതിൽ നിന്ന് അവരുടെ CSR ഫണ്ട് വാങ്ങി അല്ലെങ്കിൽ അവരുടെ CSR ഫണ്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആളുകളിൽ നിന്ന് വാങ്ങുന്ന പണം കൂടി ചേർത്ത് അവർക്ക് ഈ സാധനങ്ങൾ കൊടുക്കുന്നു എന്നാണ് ഈ പദ്ധതി എങ്കിൽ അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക്, അനന്തകൃഷ്ണൻ്റെ വക്കീൽ എന്നുള്ള നിലയ്ക്ക് അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റിന്? ഏതെങ്കിലും കമ്പനികൾ ഈ CSR ഫണ്ട് ഇതിലൂടെ കൊണ്ടുവന്നതായും അത് ഈ രീതിയിൽ 50-50 ആയി ഉൾപ്പെടുത്തി ഈ സ്കീം മുന്നോട്ട് പോകുന്നതായും ലാലി വിൻസെൻ്റ് എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് CSR ഫണ്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ എല്ലാ കമ്പനികളും CSR ഫണ്ട് ചോദിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ചോദിക്കും. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് CSR ഫണ്ട് കിട്ടുക. ഈ നാഷണൽ NGO കോൺഫെഡറേഷനിലെ 25ഓളം NGOസിന് CSR ഫണ്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അതാണ് എന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഡാറ്റ. ബാക്കി 50ഓളം NGOസിന് കിട്ടണമെങ്കിൽ ഒരു കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങൾ വേണം. ആ ഒരു കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് 200ഓളം കമ്പനികളിൽ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്ത് ആ കമ്പനികളുടെ CSR ഫണ്ട് അട്രാക്ട് ചെയ്യാൻ കഴിയുമെന്ന് അനന്തകൃഷ്ണൻ എന്നോട് പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ്, അതായത് ഈ അനന്തകൃഷ്ണൻ ലാലി വിൻസെന്റിനോട് പറഞ്ഞതല്ലാതെ ലാലി വിൻസെന്റിന് ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും നേരിട്ട് ബോധ്യമുള്ളതല്ല. ഇതൊക്കെ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു, അല്ലാതെ ഒരു കമ്പനിയും ഈ രീതിയിൽ ഇതിലേക്ക് പണം നിക്ഷേപിച്ചതായി ലാലി വിൻസെന്റിന് നേരിട്ട് അറിവുള്ള കാര്യമല്ല. എനിക്ക് കുറച്ച് വിവരമുണ്ട് ഈ കാര്യത്തിൽ. ലേ മെറിഡിയനിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ 1 മാസത്തോളം രാപ്പകലില്ലാതെ അനന്തകൃഷ്ണന്റെ സ്റ്റാഫും അശോകയിലിരുന്ന് തയ്യാറാക്കിയ പല ഡീഡുകളുടെയും
പല ഡോക്യുമെന്റുകളുടെയും അവർക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡോക്യുമെന്റുകളുടെയും ഒക്കെ ഡ്രാഫ്റ്റുകൾ അവർ തയ്യാറാക്കുമ്പോൾ പലപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ മനസ്സിലാക്കിയത് ആനന്ദകുമാറും NGO കോൺഫെഡറേഷനിലുള്ള മറ്റ് NGOസും ചേർന്ന് CSR ഫണ്ട് കൊണ്ടുവന്ന് ഈ പ്രോജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് തന്നെയാണ്. മാത്രമല്ല, ലേ മെറിഡിയനിലെ ആ പരിപാടികളിൽ CSR ഫണ്ട് ജനറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാൻ CSR ഫണ്ടിനെ കുറിച്ച് ഇന്ത്യ മുഴുവൻ നടന്ന് ക്ലാസ് എടുക്കുന്ന നിഖിൽ പന്ത് എന്ന മഹാനായ ഒരു വ്യക്തി അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പല പ്രമുഖ കമ്പനികൾ, കുഞ്ഞു കുഞ്ഞു കമ്പനിയൊന്നുമില്ല, വലിയ വലിയ കമ്പനികൾ. അപ്പോ ലാലി വിൻസെന്റ്, ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്നുകിൽ ഈ ആനന്ദകുമാർ, സായി ഗ്രാമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആനന്ദകുമാർ ഈ അനന്തു കൃഷ്ണനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ ലാലി വിൻസെന്റ് കരുതിയതുപോലെ അദ്ദേഹം ഈ CSR ഫണ്ട് കൊണ്ടുവന്ന അനന്തു കൃഷ്ണൻ്റെ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ കോൺഫെഡറേഷന് വേണ്ടി ഉൾപ്പെടുത്തി സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കരുതിയത് നടന്നിട്ടില്ല. അപ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ അത് ആനന്ദകുമാർ, അതല്ലെങ്കിൽ ആനന്തു കൃഷ്ണൻ ലാലി വിൻസെന്റിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതല്ലെങ്കിൽ മൂന്നാമത് ലാലി വിൻസെന്റ് പറയുന്നത് എന്താണ് എന്ന് ജനങ്ങൾ ചോദിക്കുന്ന ഒരു അവസ്ഥയും വരും. ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ ഏതാണ് ശരി? അതായത് ഞാൻ അതിലെ ആനന്ദകുമാറിന്റെ മാത്രം കുറ്റമാണെന്ന് പറയൂല, അനന്തകൃഷ്ണന്റെ മാത്രം കുറ്റമാണെന്ന് പറയൂല. NGO കോൺഫെഡറേഷനിൽ CSR ഫണ്ട് കിട്ടിയ 25 NGOസും സാധാരണക്കാരുടെ പണം വാങ്ങി അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഉറക്കം തൂങ്ങിയിരുന്നത് ശരിയല്ല. അവർ പ്രോജക്റ്റുകൾ ഉണ്ടാക്കണമായിരുന്നു. CSR ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി കമ്പനികളുമായി ഈ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ കൊടുത്ത് ഡയലോഗ് ചെയ്ത് ഫണ്ട് ഉണ്ടാക്കണമായിരുന്നു. ആനന്ദകുമാറിനും സത്യസായി ട്രസ്റ്റിന്റെ ഭാരവാഹി എന്നുള്ള രീതിയിൽ പല തവണ CSR ഫണ്ട് കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ടെക്നോ പാർക്ക് ഒരു ബിൽഡിംഗ് അല്ല, അത് അദ്ദേഹത്തിന്റെ വീടില്ലേ, അത് സായിഗ്രാം ഇരിക്കുന്നത്, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ടെക്നോ പാർക്കിലാണ് തോന്നുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കെട്ടിടം അവിടെ ഒരു ട്രസ്റ്റിന്റെ വക പണിയുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ട്രസ്റ്റിന്റെ കെട്ടിടത്തിനും അദ്ദേഹത്തിന് CSR ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ അനന്തു കൃഷ്ണൻ ആനന്ദകുമാറിനെ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഇതെല്ലാം വരുന്നത് CSR ഫണ്ട് അപ്പോ അതെല്ലാവരും കരുതി ഈ പറഞ്ഞതുപോലെ ആനന്ദകുമാർ സഹായിക്കും, അനന്തു കൃഷ്ണൻ നന്നായി ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യും, NGO കോൺഫെഡറേഷനിലുള്ള NGOകളൊക്കെ നന്നായി പണിയെടുത്ത് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ CSR ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും എന്നൊക്കെ കരുതി നിയമ ഉപദേശം ലാലി വിൻസെന്റ് നന്നായി കൊടുക്കും എന്ന് അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും കൂടി ചേർന്ന് ഒരു പദ്ധതി, ഒരു സ്കീം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഇതിൽ താളപ്പിഴകൾ ഉണ്ടായി. അതിൻ്റെ ഫലമായി ആളുകൾക്ക്, സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതൊരു സാധാരണ സംഭവമായി കാണാമോ? നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതി അനുസരിച്ച് അതൊരു തട്ടിപ്പല്ലേ, വഞ്ചനയല്ലേ? ഇതിൽ രണ്ട് മുഖമാണ്. വളരെ പേർക്ക് പണം കിട്ടിയില്ല എന്ന് പറയുമ്പോഴും വളരെ പേർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. 18,000 സ്കൂട്ടറുകൾ 18,000 സാധുക്കളായ സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് ലഭിച്ചപ്പോൾ 18,000 സ്ത്രീകൾ വളരെയധികം സൗകര്യങ്ങൾ അനുഭവിച്ചില്ലേ? 7 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ സർക്കാരുകൾക്ക് പോലും കൊടുക്കാൻ കഴിയാതിരുന്ന കാലത്ത് സാധാരണ വീടുകളിൽ കിട്ടിയില്ലേ? അന്നം കഴിച്ചില്ലേ? ഏത് പണം, അതിൽ ആര് കൊടുത്തു? ഇതൊക്കെ കൃത്യമായി നമുക്ക് മുമ്പിൽ തെളിവുകളില്ലല്ലോ. കിട്ടാത്ത ഒരു പകുതി ആളുകൾ, പകുതിയല്ല ഒരുപാട് ആളുകൾ അപ്പുറത്തുണ്ടല്ലോ. അവരുടെ കൂടി പണം എടുത്തല്ലേ ഈ കുറച്ച് പേർക്ക് ഇത് കൊടുത്തു എന്നിപ്പോൾ അവകാശപ്പെടുന്നത്? അതെങ്ങനെയാണ് ഒരു നീതി ആയി മാറുക ലാലി വിൻസൻ? ഒരു യുദ്ധമുണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിലോ യുദ്ധമുണ്ടാകുമ്പോൾ രാജ്യത്തിന് വേണ്ടി മരിച്ചു പോകുന്ന കുറെ ആത്മാക്കളുണ്ട്. അവർ രാജ്യത്തെ രക്ഷിക്കുകയായിരുന്നു. അവരെ നമ്മൾ ബഹുമാനിക്കുകയാണ് ചെയ്യാറ്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ചെയ്ത ഒരു സംഘടനയെ
ഇങ്ങനെ ആക്ഷേപിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ആരാക്ഷേപിക്കുന്നു? ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ പരാതി പറയുമ്പോൾ അവർക്ക് കിട്ടാത്ത ആളുകൾ ഇതിനകത്ത് പരാതി പറയുന്നു. ഒന്ന്. രണ്ടാമത്, ഇതിനകത്ത് എല്ലാ NGOകളും ഈ കാര്യങ്ങൾ ലാലി വിൻസെൻ്റ് പറയുന്നത് പോലെ തന്നെ അങ്ങ് ഇടപെടുകയാണ് എന്ന് പറയാനാകുമോ? ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകൾ വരുന്നുണ്ട്. അവർ പണം വാങ്ങിയതായി, അനന്തകൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയതായി, ഇതിനകത്ത് കമ്മീഷൻ വാങ്ങിയതായി ഇപ്പോൾ വരുന്നുണ്ട്. പലരും NGOകളുടെ തലപ്പത്തിരിക്കുന്നവരാണ്. NGOകളുടെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളിൽ നിന്ന് പണം നേരിട്ട് വാങ്ങി ഈ പദ്ധതിയിൽ ചേർന്ന് ഇതിലെ തെളിവുകൾ കാണിച്ച് കൂടുതൽ പണം കൈപ്പറ്റിയതായി ഇപ്പോൾ തെളിവുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ലാലി വിൻസെൻ്റ്, താങ്കളൊരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ഞാൻ വളരെ വളരെ വേദനയോടെയും താഴ്മയോടെയും പറയട്ടെ, എന്റെ പേരിൽ എന്റെ പാർട്ടിയെ വലിച്ചഴക്കരുത്. എന്റെ പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു. എന്റെ പാർട്ടിക്ക് ഒരു റോളും എന്റെ കാര്യത്തിലില്ല. ഞാൻ വക്കീൽ എന്നുള്ള നിലയിൽ ജോലി ചെയ്തു. 40 വർഷമായി ഞാൻ വക്കീലായി ജോലി ചെയ്യുന്നു. സർക്കാരിന്റെ വക്കീലായി ഹൈക്കോടതിയിലും ജില്ലാ പ്രോസിക്യൂട്ടറായി പോലീസിന്റെ വക്കീലായി എറണാകുളം ജില്ലയിലും ജോലി ചെയ്ത ആളാണ്. എന്റെ അനുഭവ പരിജ്ഞാനം വെച്ചാണ് ഞാൻ അനന്തകൃഷ്ണന്റെ കമ്പനിക്ക് ഉപദേശം കൊടുത്തത്. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ ആ ഇമോഷൻസ് ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ അനന്തകൃഷ്ണനിൽ നിന്ന് 46 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ പൈസയാണ്. ഇതുപോലെ പിരിച്ചെടുത്ത പൈസ ലാലി വിൻസെന്റിന്റെ കയ്യിലുണ്ട് എന്നാണല്ലോ ഇപ്പോൾ കേൾക്കുന്നത്. കേൾവിക്ക് ഉത്തരം പറയുക വിഷമമാണ്. സത്യം പറയാം, ഞാൻ 2021 മുതൽ അനന്തകൃഷ്ണന്റെ കമ്പനിക്ക് വേണ്ടിയും അനന്തകൃഷ്ണന് വ്യക്തിപരമായും ജോലി ചെയ്ത വക്കീലാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന പൈസയ്ക്ക് എന്റെ സേവനത്തിന്റെ പൈസയാണ്. അനന്തകൃഷ്ണൻ എന്നോട് പറഞ്ഞിരുന്നത് കമ്പനികളിൽ നിന്ന് അനന്തകൃഷ്ണന് ലഭിക്കുന്ന കമ്മീഷനുകൾ അനന്തകൃഷ്ണന്റെ കമ്പനിയുടെ ആസ്തിയാണ്. അനന്തകൃഷ്ണന് 2 കമ്പനികളുണ്ട്. ഒന്ന് LLP ആണ്, ഒന്ന് കമ്പനിയാണ്. ഞാൻ 3 സ്ഥാപനങ്ങളുടെ വക്കീലാണ്. ഈ 3 സ്ഥാപനങ്ങളുടെ വക്കീലായി ഞാൻ ജോലി ചെയ്യുമ്പോൾ ഈ കമ്പനികളുമായുള്ള നെഗോഷിയേഷനും ഇതിനു വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന എഗ്രിമെന്റുകളും എല്ലാം കറക്റ്റായി പ്രിപ്പയർ ചെയ്ത ഒരു വക്കീലിന്റെ ജോലി മാത്രമാണ് ഞാൻ ചെയ്തത്. ആ കമ്പനി തെറ്റായ രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു വിഹിതമാണ് ലാലി വിൻസെന്റിന് ഫീസായിട്ട് തരുന്നത് ആണെന്ന് കരുതുക. അത് ശരിയാകും? അത് അന്വേഷണ പരിധിയിൽ വരില്ലേ? തെറ്റായ രീതിയിൽ പണം വന്നിട്ടില്ല. കൃത്യമായ എഗ്രിമെന്റുകളിലൂടെ, കൃത്യമായ പ്രോമിസറി നോട്ടുകളിലൂടെ, കൃത്യമായ അക്കൗണ്ടുകളിലൂടെ വന്ന പൈസയാണ് ഇതെല്ലാം എന്ന് എനിക്കറിയാം. ഇപ്പോ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, NGO കോൺഫെഡറേഷന്റെ പണം വകമാറ്റി പലയിടത്തും സ്ഥലം വാങ്ങിയതായി ഒക്കെയുള്ള വാർത്തകൾ. അത് എങ്ങനെയാണ് ലാലി വിൻസെന്റ് കാണുന്നത്? അതെല്ലാം കണക്ക് നോക്കുമ്പോ പാവം പോലീസിന് പോലും തോന്നും ഈ കുട്ടിക്ക് ഇത്രയേ ഉള്ളാന്ന്. അങ്ങനെയൊന്നും ചെയ്തതായി എന്റെ അറിവിലില്ല കേട്ടോ. എന്റെ അറിവിലില്ല. എനിക്കറിയാത്ത കാര്യമാണ്. എനിക്കാകെ അറിയുന്നത് 2022 ആരംഭത്തിലോ മറ്റും അനന്തുവിന്റെ പൂർവികരുടെ വക ഒരു ഭൂമി ഉണ്ടായത്, വിറ്റുപോയത് തിരിച്ചു വാങ്ങാൻ വേണ്ടി, അത് നിസ്സാര പൈസയേ ഉള്ളൂ, തിരിച്ചു വാങ്ങാൻ വേണ്ടി അതിന്റെ രേഖകൾ എന്നെ അനന്തു കാണിച്ചിട്ടുണ്ട്. ഞാൻ ആ രേഖകൾ നോക്കി ലീഗൽ ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. എന്റെ അറിവിലില്ല. ലാലി വിൻസെന്റ്, ഇപ്പോ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇപ്പൊ അറിയുന്നത് 50,000-50,000 അടുപ്പിച്ചുള്ള പരാതികളെ കുറിച്ചാണല്ലോ. അത്രയും ആളുകൾക്ക് പരാതികളുള്ള ഒരു നാട്ടിലെ വക്കീലും രാഷ്ട്രീയ നേതാവുമായ ലാലി വിൻസെന്റിനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ പരാതികൾക്ക് ഒരു തരത്തിലും ഒരു അർത്ഥവുമില്ല. അനന്തകൃഷ്ണൻ ഇതിനകത്ത് പെട്ടുപോയതാണ്, മറ്റെന്തോ വൈരാഗ്യമാണ്. ലാലി വിൻസെന്റ് തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിന് രാഷ്ട്രീയ വൈരാഗ്യമുള്ളത് കൊണ്ട് ലാലി വിൻസെന്റ് ഇതിലേക്ക് പെടുത്തി എന്നൊക്കെയാണല്ലോ. ഈ ഇത്രയും പേരുടെ പരാതികൾക്ക് ഒരു വിലയുമില്ല. നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളാണോ ശരി? അല്ല, സാധാരണക്കാരുടെ പരാതികൾക്ക് വിലയുണ്ട്. അവരുടെ കണ്ണുനീരിനും കഷ്ടപ്പാടിനും വിലയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആരുടെയും പണം നഷ്ടപ്പെടരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ കൃത്യമായ നോട്ടറൈസ്ഡ് എഗ്രിമെന്റുകളും പ്രോമിസറി നോട്ടുകളും വേണമെന്ന് നിർബന്ധം പിടിച്ച് തയ്യാറാക്കി കൊടുത്ത വക്കീല. പണം കൊടുത്ത ആർക്കും തെളിവില്ലാതെ ഇല്ല. 45,000 ലാപ്ടോപ്പും 35,000 തുന്നൽ മെഷീനും പിന്നെ വളരെയധികം കാർഷിക കിറ്റുകളും കാർഷിക ഉപകരണങ്ങളും ലഭിച്ചതും ഈ വക നിയമപ്രകാരമുള്ള കരാറുകളുടെയും പ്രോമിസറി നോട്ടുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നൊരു മുഖം കൂടെ ഇതിലുണ്ട്.
ആരെങ്കിലും അനന്തുവിനോട് പണം വാങ്ങിയെങ്കിൽ ഞാൻ ഉത്തരം പറയേണ്ട ശരി. ആളല്ല. അത് അനന്തു അഡ്വക്കേറ്റ് തന്നെ ലാലി ഉത്തരം വിൻസെന്റ്, പറയണം. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, ഞാൻ ലാലി വിൻസെന്റിനോട് പറഞ്ഞത് ആദ്യത്തെ കുറച്ചു നേരം മാത്രം ഈ ചർച്ചയിൽ നിന്നാൽ മതി, ഞാൻ അത് കഴിഞ്ഞിട്ട് വിട്ടോളാം എന്നാണ്. പക്ഷേ ഞാനൊരു റിക്വസ്റ്റ് നടത്തുകയാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ ഈ ചർച്ചയിലുണ്ട്, CPM നേതാവ്, അങ്ങയുടെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ലാലി വിൻസെന്റിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിക്കാനുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നിട്ട് ലാലി വിൻസെന്റ് മറുപടി പറഞ്ഞിട്ട് പോവാം. വിഷമമുണ്ടോ? അറിയാവുന്നത് പറയാം. അനിൽകുമാറിനും ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് അറിയാവുന്നത് പറയാം. ഞാൻ ലീഗലി ഉപദേശിച്ചിട്ടുണ്ട് എന്ന് കരുതി അനന്തുവിന്റെ ബിസിനസിന്റെ സീക്രട്ടുകളോ അനന്തുവിന്റെ മറ്റാളുകളുമായുള്ള ഡീലിങ്സോ അനന്തു ആർക്കെങ്കിലും പണം കൊടുത്തോ സംബന്ധമായ കാര്യങ്ങളോ ഒന്നും ഞാൻ അനന്തുവിനോടോ അനന്ത് എന്നോടോ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു അറിവില്ലായ്മ എനിക്കുണ്ട്. പണം കൊടുത്ത കഥ പോലും ഞാൻ അറിയുന്നത് അനന്തുവിന്റെ സ്റ്റാഫിന്റെ മുമ്പാകെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് നൽകി എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് ഒരാള് എന്നെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. ശരി, ഞാൻ വരാം.